രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വൻ പ്രതിഷേധമാണ് രാജ്യമെങ്ങും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. എന്നാൽ ന്യായമായ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും പോരാട്ടത്തെ കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ടല്ല കാണുന്നത്, മറിച്ച് വർഗീയ കോണിലൂടെ കാണാനാണ് BJPയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത്. CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ ഗുരുതരമായ ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനും പോലീസിനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അവരുടെ വാർത്താ സമ്മേളനത്തിൽ രാജ്യസഭാ MP കപിൽ സിബലും പങ്കെടുത്തിരുന്നു. നീറ്റ് പരീക്ഷ സുതാര്യമാക്കാനും അഴിമതിക്കെതിരെ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ട് നടന്ന ഈ ജനകീയ പോരാട്ടത്തെ ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കി നേരിടാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. അസമിലും ബംഗാളിലും പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത മുസ്ലിം വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പ്രത്യേകമായി ലക്ഷ്യം വെക്കുകയാണെന്ന് CJP വക്താക്കൾ ചൂണ്ടിക്കാട്ടി. കൊൽക്കത്തയിൽ സമരം ചെയ്തതിന് അറസ്റ്റ് ചെയ്ത 11 പേരിൽ 10 പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. വലിയ പ്രതിഷേധം നടന്ന ബീഹാറിലെ പട്ന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സമരം ചെയ്തവർക്കെതിരെ വധശ്രമം അടക്കമുള്ള കടുത്ത കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ തലയടിച്ച് പൊട്ടിക്കാനും കയ്യും കാലും തല്ലിയൊടിക്കാനും പെൺകുട്ടികളെപ്പോലും പരസ്യമായി അപമാനിക്കാനും മടിക്കാത്ത രീതിയിലാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും പോലീസിലെയും ചില ഉദ്യോഗസ്ഥർ പെരുമാറിയത്. വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഇത്തരം ഉദ്യോഗസ്ഥരെ എന്തു വില കൊടുത്തും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും CJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്ത കുട്ടികൾക്ക് നേരെ ഭരണകൂടം കാട്ടിയ പൈശാചികമായ മർദ്ദനം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. സമരക്കാരുമായി നടത്തിയ ചർച്ചകളിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. സർക്കാരും CJPയും തമ്മിൽ 3 റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. എത്രത്തോളം FIRകൾ പിൻവലിക്കുമെന്ന് വ്യക്തമാക്കണമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരിക്കുന്നതായി സൗരവ് ദാസ് പറയുകയായി. ഡൽഹി പോലീസ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ പോലും വിദ്യാർത്ഥികൾക്കെതിരായ FIRകൾ പിൻവലിക്കുമെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ ഉടമ്പടിയുടെ ഔദ്യോഗിക രേഖ സമർപ്പിക്കണമെന്ന് വ്യക്തമാക്കിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും വ്യക്തമായ നടപടികൾ ഉണ്ടായിട്ടില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോരാട്ടത്തിൽ നയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി CJP മുന്നിലുണ്ട്. അവസാനം വരെ പീഡിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. അന്യായമായ കേസുകളിൽ കുടുക്കിയ വിദ്യാർത്ഥികൾക്കായി ജില്ലാ തലത്തിൽ അഭിഭാഷകരുടെ സഹായം ഉറപ്പാക്കണമെന്നും കേസ് നടത്തുന്നതിന് ആവശ്യമായ നിയമസഹായം നൽകണമെന്നും സൗരവ് ദാസ് കൂട്ടിച്ചേർത്തു. ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ സ്വന്തം ഭാവി തകർന്ന വിദ്യാർത്ഥികൾക്ക് നീതി തേടി തെരുവിലിറങ്ങുമ്പോൾ അവരെ വർഗീയമായി ചേരിതിരിക്കാനും കേസുകളിൽ കുടുക്കി ജയിലിലടക്കാനും ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ്. ഭരണകൂട ഭീകരതയ്ക്കെതിരെയും പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെയുള്ള പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുമെന്ന് CJP വക്താക്കൾ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു.